പറയാൻ പോകുന്നത് ചതുർത്ഥി വ്രതത്തെക്കുറിച്ചാണ്. ഭഗവാൻ ഗണപതി ഭഗവാന്റെ ഇന്ന് പിറന്നാളാണല്ലോ. ഇന്നത്തെ ദിവസം ഭഗവാന്റെ സ്മരണയോടുകൂടി ജീവിക്കുന്നതും ഭഗവാന്റെ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചുകൊണ്ട് വ്രതമാചരിക്കുന്നതും വളരെ പുണ്യമാണ്. ഇന്ന് വിനായക ചതുർത്ഥി എടുത്താൽ എല്ലാ ദിവസം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫലം ഇന്ന് ലഭിക്കുന്നതാണ്. എല്ലാവിധ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനും സർവ്വവിധ വിഘ്നങ്ങൾ മാറുന്നതിനും ഉത്തമമാണ് ഗണേശ്വര പ്രാർത്ഥന. ഗണേശ്വര പ്രാർത്ഥന ചെയ്യുന്നതുവഴി എല്ലാവിധ ദൈവങ്ങളുടെയും ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നതാണ്. എല്ലാവിധ ശക്തികളും കൂടിയതാണ് ഗണേശനൻ. അതുകൊണ്ട് തന്നെ ഗണേശ്വരനെ പ്രാർത്ഥിക്കുന്നത് വഴി ശിവഭഗവാന്റെയും പാർവതീദേവിയുടെയും കൃപാകടാക്ഷങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നതാണ്. ഗണപതി ഭഗവാന്റെ വ്രതം ആചരിക്കുന്നവർ തലേ ദിവസം തന്നെ മത്സ്യാഹാരങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവാനെ പൂജിച്ചാരാധിക്കേണ്ടതാണ്. തലേ ദിവസം തന്നെ ഒരിക്കലൂണ് കഴിച്ചുകൊണ്ടും ഭവൽ സ്മരണയിൽ കഴിയേണ്ടതാണ്. പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ക്ഷേത്രദർശനം നടത്തി കഴിയുന്ന വഴിപാടുകൾ ചെയ്യേണ്ടതും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാനായി പ്രാർത്ഥിക്കേണ്ടതുമാണ്. ചില വഴിപാടുകളെ ഇവിടെ പറയുന്നതാണ്. നിങ്ങൾ കഴിയുന്ന വിധത്തിലുള്ള വഴിപാടുകൾ ചെയ്യുക. കറുക പുഷ്പാഞ്ജലി വിഘ്നങ്ങൾ മാറുന്നതിനും മുക്കുറ്റി പുഷ്പാഞ്ജലി കാര്യലാഭത്തിനും ഗണേശര സൂക്താർച്ചന ദാരിദ്ര്യശാന്തിക്കും കറുകമാല പാപശമനത്തിനും മുക്കുറ്റിമാല ആരോഗ്യത്തിനും ഗണപതി ഹോമം വിഘ്നങ്ങൾ മാറുന്നതിനും ഉണ്ണിയപ്പ നിവേദ്യം ഇഷ്ടകാര്യ വിജയത്തിനും മോദകം സുഖലബ്ധിക്കും എള്ള് നിവേദ്യം ഭാഗ്യം തെളിയുന്നതിനും ലഡു നിവേദ്യം ധനധാന്യ സമൃദ്ധിക്കും ചെമ്പരുത്തിമാല ശത്രു നിവാരണത്തിനും താമരമാല ധനം വരുന്നതിനും പാലഭിഷേകം മാനസിക പ്രശ്നങ്ങൾ മാറുന്നതിനും വളരെ ഉത്തമമാണ്. എല്ലാവരും ഈ ഉത്തമമായ ഈ വ്രതം ആചരിച്ചുകൊണ്ട് കഴിയുന്ന വിധത്തിൽ ഈ ഗണേശര ചതുർത്ഥി വ്രതം ആചരിച്ചുകൊണ്ട് ഉപവാസം കഴിയുന്നവർ ഉപവാസമെടുത്തിട്ടും അല്ലാതെ കഴിയുന്നവർ അവനവൻ്റെ കഴിയുന്ന രീതിയിൽ എടുത്തുകൊണ്ടും ഗണപതി ഭഗവാന്റെ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ടും ഗണേശ്വര പ്രാർത്ഥന ചെയ്തുകൊണ്ടും നമ്മുടെ വീടുകളിൽ തന്നെ ഭഗവാന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഭഗവാനെ പൂജിച്ചാരാധിച്ചാൽ ഭഗവാന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നൽകുന്നതാണ്. ഗണപതി ഭഗവാൻ വളരെ ക്ഷിപ്രപ്രസാദിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഗണപതി ഭഗവാന്റെ അനുഗ്രഹങ്ങൾ നേടാനായി ഇതേ വിധത്തിൽ ചെയ്യുക. നമ്മുടെ മൂലാധാരത്തിൽ കുടികൊള്ളുന്ന ഭഗവാനാണ് ഗണപതി ഭഗവാൻ. ഗണപതി ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ സർവ്വവിധ പുരോഗതിയാണ് നമുക്കുണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭഗവാനെ ആത്മാർത്ഥപരമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാനായി പ്രാർത്ഥിക്കുക. സർവരുടെയും സർവകാര്യങ്ങളും ഭഗവാൻ നിറവേറ്റിത്തരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഭഗവാനെ ഭക്തിയോടുകൂടെയും സമർപ്പണ മനോഭാവത്തോടുകൂടെയും ഈശ്വര ചിന്തയോടുകൂടി ജീവിക്കുക. സർവമംഗളങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നതാണ്. എല്ലാവരും ഇതേ രീതിയിൽ ചെയ്തുകൊണ്ട് ഭഗവാന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുക. ഇതുവഴി മാത്രമേ ശരിയായ വിധത്തിലുള്ള ഗുണങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭഗവാന്റെ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ടും ഭഗവാന്റെ സ്മരണയിൽ ഇന്ന് കഴിയേണ്ടതാണ്. ചതുർത്ഥി വ്രതം ആചരിക്കുന്നവർ വളരെ ചിട്ടയോടുകൂടെയും ഭക്തിയോടുകൂടെയും
പൂജകൾ ചെയ്തുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. സർവരുടെയും സർവ ആഗ്രഹങ്ങളും ഭഗവാൻ നിറവേറ്റിത്തരുന്നതാണ്. ഇന്നത്തെ ദിവസം പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കാനായി പ്രാർത്ഥിക്കുക. സർവരുടെയും സർവ ആഗ്രഹങ്ങളും ഭഗവാൻ നിറവേറ്റിത്തരുന്നതാണ്. അതിനായി